പോഷകസമൃദ്ധമായ പപ്പായ കൊണ്ടുള്ള ഒരു തോരനാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ പപ്പായ തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ രുചിയും ഗുണവും കൂടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ട് കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം. ഇത് കുറച്ച് ചനച്ച പാകത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നേരിയൊരു മധുരമുള്ളതുകൊണ്ട് ഈ തോരന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തൊലി കളഞ്ഞ പപ്പായ നമുക്ക് ഒരു ഗ്രേറ്ററിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മീഡിയം കണ്ണുള്ള ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. വലിയ കണ്ണിൽ ഗ്രേറ്റ് ചെയ്യരുത്. ഇതുപോലെ മീഡിയം ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പപ്പായ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം. ചൂടായ പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. ഇതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കുക. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ച് ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇതിലേക്ക് ഇനി നല്ല പൊടിയായി നുറുക്കിയ 1/2 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും അതുപോലെ എരിവിനുള്ള പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുക. പിന്നെ ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ ചെറുള്ളി ചേർക്കുക. അതൊരു 10-12 എണ്ണം ചേർക്കണം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി നന്നായിട്ട് ഒന്ന് വാടിക്കിട്ടണം. മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. പിന്നെ അതുപോലെ മൂടി വയ്ക്കുകയും ചെയ്യരുത്. പപ്പായയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് നല്ലതുപോലെ വെള്ളം വറ്റിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചാൽ വേറൊരു രുചി വരും. അതുകൊണ്ട് മൂടി വയ്ക്കാതെ തുറന്ന് തന്നെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് കുറച്ച് ചിരകിയ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മിക്കുഴച്ച് മാറ്റി വയ്ക്കാം. ഇനി പപ്പായയിലെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്കിതിലേക്ക് ഞെരടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. പപ്പായ ഒത്തിരി വെന്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തേങ്ങ ഞെരടി എടുത്തത് ചേർക്കണം. 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. തേങ്ങയെല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ പപ്പായ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മളിത് വെറുതെ തന്നെ തിന്ന് തീർക്കും. വെറുതെ തിന്നാനും നല്ലതാണ് ഈ തോരൻ. വൈകുന്നേരങ്ങളിലൊക്കെ വെറുതെ കഴിക്കാനും ഇത് നല്ലതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. പിന്നെ അതുപോലെ ചപ്പാത്തിക്കൊപ്പവും കഴിക്കാം. വളരെ ഹെൽത്തിയാണ് ഇതുപോലെ പപ്പായ ഉണ്ടാക്കിയാൽ. ഒത്തിരി വേവിച്ച് കളഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ പപ്പായ തോരൻ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്